ഒരു ശരീരത്തിനും ഒന്നും അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ ഇവിടെ എത്തിയത്. സുമറിൽ കട്ടുമെന്ന് നേരെ ബെഡ്ഷീറ്റ് കൊണ്ടായിരുന്നു എന്നെ കൊണ്ടുവരൽ. കിടന്നപ്പോൾ വിചാരിച്ചു ഒന്ന് ഇരുന്നാൽ മതിയേനു. ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് വീൽ ചെയറിലേക്ക് എത്തിയാൽ മതിയായിരുന്നു. വൈഫിന് ഒരു ACL സർജറി ചെയ്തതായിരുന്നു. അതിനുശേഷം അവൾക്ക് ക്ലോട്ടിങ് വന്നിട്ട് അവളുടെ അരൻ്റെ കീഴ്പൊട്ട് ഒന്നായിട്ട് തളർന്നു പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മിംസിൽ ഹോസ്പിറ്റലായിരുന്നു. അവിടുന്ന് അവർ വലിയൊരു ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറഞ്ഞു. അവിടെ നിന്നപ്പോൾ എൻ്റെ അളിയൻ്റെ ഒരു സ്നേഹിതന്, പഴയ സ്നേഹിതനാണ് ജലീൽ സാറ്, സുമറിൽ. അവിടേക്ക് ഞങ്ങൾ വന്നു. അങ്ങനെ ഞങ്ങൾ സുമറിൽ വന്നപ്പോൾ ഞങ്ങൾ ആംബുലൻസിൽ ഇവക്ക് അരൻ്റെ കീഴ്പൊട്ട് ഒരു ചലനശേഷി ഇല്ലായിരുന്നു. മിംസിൽ നിന്ന് അവർ ഫസ്റ്റ് പറഞ്ഞത് അവൾ നടക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞു ഇത് നടക്കണമെങ്കിൽ 3 വർഷമെങ്കിലും ചുരുങ്ങിയത് ആവുന്നുള്ള അവരുടെ ഒരു ഇതിൽ അവരങ്ങനെ പറഞ്ഞത്. അതിനുശേഷം ഇവിടെ വന്നു. ഞങ്ങളൊരു 4 മാസം ഇവിടെ ഞങ്ങൾ നിന്ന് തെറാപ്പി ചെയ്തു. അങ്ങനെ 3.5 മാസം ഞങ്ങൾ ഇവിടെ നിന്നപ്പം ഞങ്ങൾക്ക് ഏകദേശം വൈഫിന് നടക്കാനുള്ളൊരു ലെവലിൽ ഇവിടെ നിന്ന് എത്തിപ്പെട്ടു പോയി. ഇവിടെ വന്നപ്പോൾ സാറ് ആദ്യം എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, എന്നെ ഒരു ബ്രദറായിട്ട് കണ്ടാൽ മതിയെന്ന്. എൻ്റെ ബ്രദർ കാരണമാണ് ഞാൻ ഇവിടെ എത്തിയത്. അതേ ഒരു കെയറിങ്ങിലൂടെയാണ് എന്നെ നോക്കിയത്. അതേ എല്ലാ തരത്തിലും രാവിലെ ഓരോ സ്റ്റെപ്പ് ചെയ്യുകയാണെങ്കിലും ഓരോന്നും വന്ന് ചെയ്ത് ആ ഒരു എല്ലാം കൊണ്ടും നല്ലൊരു ഇതിലാണ് എത്തി വന്നത്. ഇവിടെ വന്നപ്പോൾ മനസ്സിനൊന്നും സുഖമില്ലേനി, ഒരു ശരീരത്തിനും ഒന്നും അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ ഇവിടെ എത്തിയത്. ഇവിടെ വന്നപ്പോൾ ഞാനിവിടെ കിടന്ന് ഓരോ സ്റ്റെപ്പും സാറും ഇവിടെയുള്ള സ്റ്റാഫും എല്ലാവരും ഒന്നിച്ച് ചെയ്യിപ്പിക്കലായിരുന്നു. ഈ പേഷ്യൻ്റ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ശരിക്കും വെല്ലുവിളികൾ വളരെ കൂടുതലായിരുന്നു. അതിനുള്ള കാരണം നല്ല പാരാപ്ലീജിയ, അതോടൊപ്പം തന്നെ എക്സ്റ്റൻസീവ് ലാമിനെക്ടമി. നമുക്ക് D10 മുതൽ തന്നെ ലാമിന മുറിച്ചിരുന്നു. ഏകദേശം L1 വരെയുമുള്ള ലാമിന കട്ട് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ പഴയ ഒരു ഹിസ്റ്ററി IVDPയുടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു സബ് അരക്കനോയിഡ് ഹെമറേജ്. അതിനേക്കാളെല്ലാം ഉപരി റൈറ്റ് നീയിൽ മെനിസ്കൽ റിപ്പയർ, മെനിസെക്ടമി അല്ല, മെനിസ്കൽ റിപ്പയറും പ്ലസ് ACL റീകൺസ്ട്രക്ഷനും ചെയ്തിരുന്നു. അപ്പോൾ ഈ വെല്ലുവിളികൾ നമ്മുടെ മൂവ്മെൻറ്റിനും നമ്മുടെ വെയ്റ്റ് ബിയറിങ്ങിനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ ഇത് വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു. ഓരോ ഘട്ടമായിട്ട് ചെയ്യിപ്പിച്ച് അനങ്ങലും നടക്കലും ഓരോ ഭാഗങ്ങൾ ആദ്യം ഇരുന്ന് പിന്നെ നടന്ന് അങ്ങനെ ഓരോ സ്റ്റെപ്പും ചെയ്യിച്ച് നമ്മൾ വിചാരിക്കാത്ത ഓരോ മാറ്റങ്ങളാണ് സുമറിന് ഞങ്ങൾക്ക് കിട്ടിയത്. സുമറിൽ കട്ടുമെന്ന് നേരെ ബെഡ്ഷീറ്റ് കൊണ്ടായിരുന്നു എന്നെ കൊണ്ടുവരൽ. ടിക് ടേബിൾ പറഞ്ഞൊരു മെഷീൻ, അത് ആ ടേബിൾമേൽ കിടന്ന് സാറ് എന്നെ ഉയർത്തിയിട്ടാണ് ഞാൻ നിൽക്കൽ. അപ്പോൾ കാല് താഴോട്ടും തല മേലോട്ടും വരും. അന്നാണ് സുമറിൻ്റെ ഉള്ളിൽ എന്നെ ഫുള്ള് ശരിക്കും ഞാൻ കാണുന്നത്. അങ്ങനെ നിന്നിട്ട് അയിമൽ നിന്ന് കുറേ ടൈം നിർത്തും. നിർത്തിയിട്ടാണ് കാലിന് ബലം വന്ന് പിന്നെ ഞാൻ ബ്രേസ് ഇട്ട് എന്നെ സാറ് നടക്കാൻ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ ബ്രേസ് ഇട്ട് നടന്ന് പിന്നെ ഒരു ദിവസം ബ്രേസ് ഇല്ലാതെ ഞാൻ അങ്ങനെ നടന്നിട്ടാണ് ഓരോന്ന് ചെയ്ത്. അതിൻ്റെ ഇടയിൽ ഓരോ എക്സസൈസും ചെയ്യിപ്പിക്കും. എണീറ്റിരുത്തുക, ഓരോ ദിമ്മൽ കിടക്കുക, ബോളിട്ട് ഉരുട്ടുക, അങ്ങനെ പലതരം എക്സസൈസിലൂടെയാണ് ഞാൻ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയത്, നടക്കുക എന്നുള്ള സ്റ്റേജിലേക്ക് എത്തിയത്. പിന്നെ 4.5 മാസം ഞങ്ങളിവിടെ നിന്നാണ്. 4.5 മാസം സുമറിൽ നടന്നിട്ടാണ് ഞാൻ ഇവിടുന്ന് ഈ സ്റ്റെപ്പ് കയറിയിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. ഓക്കെ, പിന്നെ നമ്മൾ യൂസ് ചെയ്തിരുന്ന സ്കെയിൽ ഏഷ്യ എംപവർമെൻറ്റ് സ്കെയിലാണ്. നമ്മൾ അമേരിക്കൻ സ്പൈനൽ കോഡ് ഇഞ്ചറി അസോസിയേഷൻ ആ സ്കെയിലാണ് യൂസ് ചെയ്തത്. അതുപോലെ തന്നെ സ്പൈനൽ കോഡ് ഇൻഡിപെൻഡൻറ്റ് മെഷർ, അതിൻ്റെ SKIM SCIM അതുമായിരുന്നു. ഈ 2 സ്കെയിലുമായിരുന്നു നമ്മൾ പ്രോഗ്നോസിസ് അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. 3.5 മാസം ആയപ്പോഴത്തേക്കിനാണ് ഞാൻ ബ്രേസ് ഇടാതെ
നടന്നത്, ബ്രേസ് ഇടാതെ നടന്നത്. അതിൻ്റെ ഇടയിൽ ബ്രേസ് ഇതാക്കി ബ്രേസ് ഇട്ട് നടന്ന് പ്രാക്ടീസ് ചെയ്ത് ആ കിടത്തൊക്കെ ഒരു അനുഭവമായിരുന്നു. കിടന്നപ്പോൾ വിചാരിച്ചു ഒന്ന് ഇരുന്നാൽ മതിയേനു. ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് വീൽ ചെയറിലേക്ക് എത്തിയാൽ മതിയായിരുന്നു. അങ്ങനെ വീൽ ചെയറിലിരുന്നു. അങ്ങനെയാണ് പിന്നെ ലാസ്റ്റ് ഞാൻ നടത്തത്തിലോട്ട് എത്തിയത്. സാറ് സ്റ്റാഫും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങളുടെ രീതി, സുമറിലെ രീതി, ഒരു പേഷ്യൻ്റ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് കേസാണെങ്കിൽ ഞങ്ങളത് മീറ്റിംഗ് ഉണ്ടാവും. ആ മീറ്റിങ്ങിൽ എല്ലാവരും തമ്മിൽ ഡിസ്കസ് ചെയ്യും. ഞങ്ങളുടെ കോവർക്കേഴ്സ്, ഫിസിയോതെറാപ്പിസ്റ്റ്. ചില മീറ്റിങ്ങിൽ ഞങ്ങൾ ബൈസ്റ്റാൻഡേഴ്സിൻ്റെ, പേഷ്യൻറ്റിൻ്റെ ആൾക്കാരെ കൂടെ കൂട്ടും. അപ്പോൾ അവിടെ ഇനി വരാവുന്ന പ്രതീക്ഷിക്കാവുന്ന കോംപ്ലിക്കേഷൻസ്, പ്രോഗ്നോസിസ്, അത് സുമറിലെ ഈച്ച് ആൻഡ് എവറി മെമ്പർ, എവറി സ്റ്റാഫ് അറിഞ്ഞിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അപ്പോൾ അത് ഞാൻ അത് ഡിസ്കഷനായിട്ട് വയ്ക്കും പലപ്പോഴും. അങ്ങനെയുള്ളൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ട് അപ്പോൾ അപ്പോഴത്തേക്കുമാണ് നമുക്ക് ഈ മുട്ടിൻ്റെ ശ്രദ്ധിക്കാനുള്ള കാര്യം. ഭാവിയിലേക്ക് നിയർലി ആഫ്റ്റർ 10 ഇയേഴ്സിന് ഈ പേഷ്യൻറ്റിന് മുട്ടിനൊരു പ്രശ്നവും ഉണ്ടാവാൻ പാടില്ല. ലാമിനെക്ടമി ചെയ്ത സ്ഥലങ്ങളാണ്. ഇനി ഭാവിയിൽ വീണ്ടും ഒരു ഡിസ്ക്ലീഷൻ വരാൻ പാടില്ല. അതുപോലുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും. അതുപോലെ ബോഡി വെയ്റ്റ് കൂടാൻ പാടില്ല എന്നുള്ളതും. പിന്നെ പേഷ്യൻറ്റിൻ്റെ സൈക്കോളജിക്കൽ സ്റ്റാറ്റസ് ഞങ്ങളിവിടെ അളന്നുകൊണ്ടേയിരിക്കും. അതിന് ഞങ്ങൾ തന്നെ പല കാര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഉള്ള പേഷ്യൻസ് അവരും തമ്മിൽ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കും. അവരുടെ കുറച്ചുകൂടി നല്ലൊരു സൈക്കോളജിക്കൽ അപ്ലിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. സുമറിലെ അന്തരീക്ഷം എന്ന് പറയുമ്പോൾ അവിടുത്തെ സ്റ്റാഫും സാറ വൈഫും ഒക്കെ ഞങ്ങളൊരു ഷിക, ഫിദ മാം, സേബുവത്ത അവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സപ്പോർട്ടായിരുന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഞങ്ങളൊരു റൂമിലായിരുന്നു അവിടെ നിന്നത്. അതാണ് ഞങ്ങൾക്ക് തോന്നിയില്ല. എല്ലാത്തിനും ഒരു ഫുഡ് കൊണ്ടുവന്നാൽ അത് ഷെയർ ചെയ്യും. എന്ത് കിട്ടിയാലും ഞങ്ങൾ ഷെയർ ചെയ്തിട്ടും അങ്ങനെ ഒരു ഒറ്റപ്പെട്ട് എന്നൊരു തോന്നൽ സുമറിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇവിടുന്ന് പോകുമ്പം സങ്കടമായിരുന്നു ഉണ്ടായത്. അരക്ക് താഴെ തളർന്ന എൻ്റെ മാനസികാവസ്ഥ ഇത് ശരിയാവൂല എന്നല്ല അത് വന്നത്. ഇതെന്തായാലും ശരിയാവണം, ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകണം എന്നുള്ളൊരു വിശ്വാസമായിരുന്നു. അതേപോലെ എൻ്റെ കൂടെ നിന്ന് എനിക്ക് കട്ടക്ക് സപ്പോർട്ട് ചെയ്തിരുന്ന എൻ്റെ ഹസ്ബൻഡും. എനിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇത് ക്ലിയർ ആവണം, എനിക്ക് ജീവിതത്തിലേക്ക് മാറി വരണം എന്നുള്ള ഒരു ഊർജ്ജമായിരുന്നു എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്.
അത് സാറ് ഒരു പ്രാവശ്യം ചെയ്യാൻ പറഞ്ഞാൽ ഞാനത് അതിൻ്റെ ഇരട്ടി 1 3 പ്രാവശ്യമോ 4 പ്രാവശ്യമോ ഞാൻ ചെയ്യും. എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് തിരിച്ചു വരണം, എൻ്റെ മക്കൾ, എൻ്റെ ജീവിതം, ആ ഒരു ചിന്തയായിരുന്നു എനിക്ക്. എല്ലാ മനസ്സിനൊരു നമുക്ക് ഉന്മേഷവും ഇതും തന്നത് ജീവിതത്തേക്ക് മാറ്റി വരണം എന്നുള്ള ആ ഒരു കാരണം കൊണ്ട് ഓരോന്നും ചെയ്യുമ്പോഴും അത് ശരിയാവും എന്നുള്ള വിശ്വാസമാണ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. പിന്നെ ഈ എല്ലാ അവസ്ഥയിലും എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡായിരുന്നു നിന്നത്. ഒരു നിലക്കും മുഖം കറുപ്പിക്കുകയെ അങ്ങനത്തെ ഒരു ഇതുമില്ലാതെ എല്ലാം ആ ഒരു എനർജിയാണ് എന്നെ ഇന്ന് ജീവിതത്തിലേക്ക് ഇങ്ങനെ ഈ രീതിയിലേക്ക് എത്തിച്ചു വന്നത്. പിന്നെ അള്ളാഹുവിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതുമാണ് അള്ളാഹ് എനിക്ക് തന്നതല്ലേ, അതെനിക്ക് മാറ്റി തരും എന്നുള്ളതും. രോഗം അള്ളാഹ് തരുന്ന നമ്മൾ ഖുർആനിലൊക്കെ പറഞ്ഞതാണ്. രോഗം തന്നതാണ്, തരും, അത് ശിഫ തരുന്നതും അള്ളാഹുവാണ്. അതെൻ്റെ മനസ്സിലെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൽ വന്നത്. ഇനി കുറച്ചും കൂടി മാറ്റങ്ങൾ വരാണ്ട് അതും എനിക്ക് എൻ്റെ റബ്ബ് തരും എന്നുള്ള വിശ്വാസമുണ്ട്. എൻ്റെ കൂടെ നിന്ന് എൻ്റെ കട്ടക്ക് സപ്പോർട്ട് എൻ്റെ കൂടെ നിന്ന് എൻ്റെ രോഗം ഇങ്ങനെ മാറ്റി തന്നത്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. ഒരു പാരാപ്ലീജിയ ഏകദേശം ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ചെയ്തതെന്നുള്ള പ്രൈവസി ഇഷ്യൂസ് കാരണം ചില വീഡിയോസ് അതേമാതിരി ചില ടെക്നിക്സ് ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്. അത് കാണിക്കാൻ പറ്റാത്തത് കാരണം ഈ പേഷ്യൻറ്റിൻ്റെ മോട്ടിവേഷൻ നമുക്ക് തിരിച്ചു തന്ന മോട്ടിവേഷനും നല്ലതായിരുന്നു. കാര്യം മുഴുവൻ സമയവും പേഷ്യൻറ്റ് ചിരിച്ചുകൊണ്ടായിരുന്നു. അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു വിഷയമാണ്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.